നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നൊരു ചൊല്ലുണ്ട്. നാടിപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓട്ടത്തോടോട്ടം. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തോടെയുള്ള ഓട്ടം. അത് പക്ഷേ റിലേ ആയിട്ടാണെന്ന് മാത്രം. മോളും മരുമോൻ മന്ത്രിയും നേരത്തെ ഓടി. ഇരുവരും ഒരു പോയിന്റിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രിയും ഭാര്യയും ഒപ്പമെത്തും. ഈ ദിവസങ്ങളിൽ തീരുമാനിച്ചിരിക്കുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പുറപ്പെട്ടത്. ഔദ്യോഗിക ആവശ്യത്തിന് വിദേശത്ത് പോകുമ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട്. സ്വകാര്യ സന്ദർശനമായതിനാൽ ഇത്തവണ അതൊഴിവാക്കി. യാത്രാ വിവരങ്ങൾ ഗവർണറെയും അറിയിച്ചിട്ടില്ല. തികച്ചും സ്വന്തം കാര്യം. മുഖ്യമന്ത്രി ഭാര്യ കമലയ്ക്കും കൊച്ചുമകൻ ഇഷാനുമൊപ്പം കൊച്ചിയിൽ നിന്ന് ദുബായിലെത്തി. മകൾ വീണയും മരുമകനായ മന്ത്രി PA മുഹമ്മദ് റിയാസും ഈ മാസം 2-ന് തന്നെ ദുബായിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ UAE-യിലുള്ള മകൻ വിവേകിനെയും ഒപ്പം കൂട്ടി എല്ലാവരും ഇന്തോനേഷ്യയിലേക്ക് പോയി. 12-ന് അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും 19-ന് തിരികെ ദുബായിലേക്കും പറക്കുമെന്നാണ് വിവരം. 21-നാകും കേരളത്തിലേക്കുള്ള മടക്കയാത്ര എന്നാണ് അറിഞ്ഞിടത്തോളമുള്ള വിവരം. യാത്ര നീണ്ടാലും അത്ഭുതപ്പെടാനില്ല. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഉല്ലാസയാത്ര ആസ്വദിക്കുക തന്നെ. വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുള്ളതിൽ നിന്ന് ഇത് വ്യക്തമാണല്ലോ. കേരളം കൊടും ചൂടിൽ വെന്തുരുകയും അത് സഹിക്കാനാകാതെ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ശീതള ഛായ തേടി മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിസഭാ യോഗങ്ങൾ ആവശ്യമെങ്കിൽ ഓൺലൈനായി നടത്തും. ഫയലുകളും ഓൺലൈനായി കൈകാര്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ില്ലാത്തതിനാൽ അടിയന്തര സ്വഭാവമുള്ള ഫയലുകൾ മാത്രമേ മുഖ്യമന്ത്രി തീരുമാനമെടുക്കേണ്ടതുള്ളൂ എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇടതുപക്ഷം സജീവമായി മത്സരരംഗത്തുള്ള ബംഗാളും ത്രിപുരയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടക്കവെയാണ് വിദേശ സന്ദർശനം. കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ വഴി ഇന്തോനേഷ്യയിലേക്ക് 7 മണിക്കൂറിലെത്താം. ദുബായ് വഴി ഇന്തോനേഷ്യയിലേക്കുള്ള യാത്രാസമയം 12 മണിക്കൂർ. എമിറേറ്റ്സ് വിമാനങ്ങളിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർ ദുബായിലെത്തിയ ശേഷമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക. പാർട്ടി തോറ്റാൽ എന്താ, നമുക്ക് പത്രാസ് ഉണ്ടായാൽ പോരെ? അല്ലെങ്കിലും ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസുമായി ചേർന്നല്ലേ മത്സരം. അവിടെ പോയി നാണം കെടണോ? രാജ്യം പ്രചാരണ ചൂടിലിടിക്കെ ഏക ഇടതു മുഖ്യമന്ത്രിയായ പിണറായി സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്തേക്ക് തിരിച്ചത് ഇടതുപക്ഷം കേരളത്തിൽ ഒതുങ്ങിയതുകൊണ്ടാണോ എന്ന പ്രതിയോഗികളുടെ ചോദ്യം. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് വോട്ട് തേടാൻ മുഖ്യമന്ത്രിക്കുള്ള രാഷ്ട്രീയ പരിമിതി കൂടിയാണ് വ്യക്തമാക്കുന്നത്. 7 ഘട്ട തെരഞ്ഞെടുപ്പിന്റെ 3-ാം ഘട്ടം ഇന്നലെ നടന്നതേയുള്ളൂ. ബംഗാളിൽ ജൂൺ 1 വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പുണ്ട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പാർട്ടി മത്സരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും വോട്ട് തേടുന്നു. അതേ ദേശീയ നേതൃനിരയിലുള്ള മുതിർന്ന PB അംഗമായ പിണറായിക്ക് പക്ഷേ കേരളത്തിന് പുറത്ത് റോളില്ല. വിദേശത്ത് നിന്ന് 21-ന് തിരിച്ചെത്തിയ ശേഷം ഏതെങ്കിലും സംസ്ഥാനത്തിന് പ്രചരണത്തിന് പോകുമെന്ന സൂചനയുമില്ല. CPM 2-ഇടത്ത് മത്സരിക്കുന്ന തമിഴ്നാട്ടിലും പിണറായി പോയിരുന്നില്ല. DMKയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യത്തിലാണ് ഇവിടെ ഇടതു പാർട്ടികൾ. കേരളത്തിൽ കോൺഗ്രസിനെതിരെ അതിശക്ത പ്രചാരണം നയിക്കുകയായിരുന്ന പിണറായി തമിഴ്നാട്ടിലേക്ക് വരേണ്ടെന്ന് അവിടുത്തെ പാർട്ടി തീരുമാനിച്ചെന്നായിരുന്നു ഇവിടെ പ്രതിപക്ഷ ആരോപണം. 2019-ൽ ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസ് സഖ്യമുണ്ടായിരുന്നില്ല. ഇത്തവണ 2-ഇടത്തും സഖ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് ചെണ്ടകൊട്ടി അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ചോദിക്കുന്നത്. ചെണ്ടകൊട്ടി അറിയിക്കലൊക്കെ രാജഭരണകാലത്തായിരുന്നു. അതൊക്കെ കാലഹരണപ്പെട്ടുപോയി. ഇന്ന് ജനാധിപത്യമാണ്. ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനമുണ്ട്. ജനങ്ങൾ തങ്ങളെ ഭരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഭരണാധികാരിയാണല്ലോ മുഖ്യമന്ത്രി. ജനങ്ങൾക്കും ഭരണാധികാരിക്കുമിടയിൽ സുതാര്യത വേണം. നിയമം ഇത് നിഷ്കർഷിക്കുന്നുണ്ട്. നിയമം അനുസരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ലെന്നാണ് LDF കൺവീനർ പറയുന്നത്. നിങ്ങളല്ലല്ലോ ചെലവ് വഹിക്കുന്നത്. മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ്. പാർട്ടി അറിഞ്ഞാണ് യാത്ര. ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പതിവില്ല. ആരൊക്കെ ഏതിടങ്ങളിൽ പ്രചാരണത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് എന്തിനാണ് വിവാദമുണ്ടാക്കുന്നത്? നിയമലംഘനമോ ചട്ടലംഘനമോ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല. യാത്രയെക്കുറിച്ച് പാർട്ടി അറിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കാം, നിങ്ങൾ എന്തിനാ തീരുമാനിക്കുന്നത് എന്നാണ് EP ജയരാജൻ ചോദിക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കാം, നിങ്ങൾ എന്തിനാ തീരുമാനിക്കുക എന്നാണ് EP ജയരാജൻ ചോദിക്കുന്നത്. പറയാൻ കൊള്ളാത്ത ആരോ ആണോ ചെലവാക്കുന്നത്? ഞങ്ങൾ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പ്രസംഗിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അതിനും അവകാശം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അതിൽ മാധ്യമങ്ങൾ വിഷമിക്കേണ്ടെന്നും EP പറയുന്നു. ബോധപൂർവം നുണപ്രചരണം നടത്തി പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണെന്നും ജയരാജൻ ആരോപിച്ചു. പതിറ്റാണ്ടുകൾ സഹപ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്നയാൾ മരിച്ചപ്പോൾ അന്ത്യോപചാര ചടങ്ങുകൾ പോലും വെട്ടിക്കുറച്ച് വിദേശയാത്രയ്ക്ക് പോയയാളാണ് ഈ മുഖ്യമന്ത്രി എന്നത് ജനങ്ങൾ മറന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുന്ന കോൺഗ്രസിന് വോട്ട് ചോദിക്കാൻ മറ്റിടങ്ങളിൽ പോകാതിരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടുവിട്ടതെന്ന് കരുതാനാവില്ല. അങ്ങനെയുള്ള ജാള്യതയൊന്നും പിണറായിക്കില്ല.
തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് നിരവധി വേദികളിൽ കോൺഗ്രസ് നേതാക്കളുമായി ഇതേ പിണറായി കൈകോർത്തതാണല്ലോ. മാത്രമല്ല, കോൺഗ്രസിന്റെ വോട്ട് പിടിക്കാൻ ഭാഷ അറിയുന്ന പാർട്ടി നേതാവ് സീതാറാം യെച്ചൂരിയും മറ്റുമുണ്ടല്ലോ. സുതാര്യതയില്ലാത്ത രാഷ്ട്രീയ ജീവിതമാണ് പിണറായിയുടേത്. മുഖ്യമന്ത്രിയായ ശേഷവും ഇതിന് മാറ്റം വരുത്താൻ തയ്യാറല്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി ഇതിനു മുൻപ് നടത്തിയ വിദേശയാത്രകളും പലതരത്തിൽ വിവാദമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പല ദുരൂഹതകളും ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ഔദ്യോഗിക യാത്രകൾ പോലും മറ്റു ചില കാര്യങ്ങൾക്ക് മറയാക്കുന്നു എന്ന സംശയം ജനങ്ങൾക്കുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിലൊക്കെ UAE ലക്ഷ്യസ്ഥാനമാകുന്നത് എന്തുകൊണ്ടാണ്? സീസറുടെ ഭാര്യ ചാരിത്രവൃതിയായിരുന്നാൽ പോരാ, അങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണമെന്നത് പൊതുപ്രവർത്തകരും ഭരണാധികാരികളും പാലിക്കേണ്ട തത്വമാണ്. ഇത്തരമൊരു ചിന്ത പോലുമില്ലാതെ അധികാരം ദുരുപയോഗിച്ച് തന്നിഷ്ടം പ്രവർത്തിക്കുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതൊക്കെ ഇപ്പോൾ ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.